നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ എഡ്ഗർ അലൻ പോയിനെ കുറിച്ച് സുദീർഘമായി സംസാരിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ വർക്കായില്ല. ഒന്ന് രണ്ട് അടിയന്തര യാത്രകൾ ചെയ്യേണ്ടതായി വന്നു. അവിചാരിതവുമായിരുന്നു. 2 ദിവസം മുന്നേ നടന്ന കൊലപാതക പരമ്പരയെ ആസ്പദമാക്കിയിട്ടുള്ളൊരു വിഷയമായിരുന്നു അത്. അതിലേക്ക് പോകണമെങ്കിൽ ചെറിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ വേണ്ടി ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. അപ്പോൾ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നായിരുന്നു നമ്മുടെ ചർച്ച. ഒരു വീട്ടിൽ ഒരു കൊലയാളി എന്ന രീതിയിലാണിപ്പോൾ കേരളത്തിൽ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ മാറിയോ എന്ന് നമുക്ക് സംശയമായി. കാരണം ഒരു വീട്ടിൽ ഒരു കൊലയാളി എന്നതിലേക്കാണോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉന്നം വയ്ക്കുന്നതെന്ന് എനിക്കിപ്പോൾ സംശയമായി തുടങ്ങി. അതായത് ഏതിനെയും സംവിധാനങ്ങളെ കുറ്റം പറയുകയാണെന്ന് തോന്നരുത്. ഡിഫക്റ്റീവ് സിസ്റ്റം ആണ് ഒരു പരിധി വരെ എന്നല്ല, കാരണം ഉത്തരവാദിത്തം പൂർണ്ണമായും ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ, അതായത് അൺഡിസൈറബിളായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനൊക്കെ ഉത്തരവാദിത്തം ഡിഫക്റ്റീവ് സിസ്റ്റമാണ്. അപ്പം നമ്മൾ എൻ്റെ മകനാണ് എന്തെങ്കിലും, അതായത് സോഷ്യൽ നോംസ് അനുസരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എൻ്റെ ഷോൾഡറിലാണ് ആ റെസ്പോൺസിബിലിറ്റി. പൂർണ്ണമായിട്ടും എന്നെ കുറ്റം പറയാനും ആൾക്കാരുണ്ടാവും. അതിൻ്റെ സപ്പോർട്ടിങ് വേറെ ഫാക്ടേഴ്സ് വേണമെന്നുള്ളതൊന്നും ചിന്തിക്കില്ല. അത് ഇറ്റ്സ് മൈ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് ചുറ്റും നിന്ന് ആൾക്കാർ പറയും. കുടുംബം നന്നാവാണ്ടാണ്, ബ്രോക്കൺ ഹോമാണ്, മര്യാദയ്ക്ക് നേരെ ചൊവ്വ സ്ത്രീ മക്കളെ വളർത്താനിട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഫാമിലി ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ നോമാണെന്ന് ഭരണ സംവിധാനവും കരുതുന്നുണ്ട്. ഫാമിലി സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഭരണ സംവിധാനം വളരെയധികം സപ്പോർട്ട് ചെയ്യണം, ബാക്കപ്പ് ചെയ്യണം, സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഫാമിലി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാം. അവിടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് കോൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഉണ്ടോ എന്നത് ഉറപ്പ് വരുത്തണം. അത് ഇറ്റ് ഹാസ് ടു ബി ലുക്ക്ഡ് ഇൻ ടു. അതിലേക്ക് അവർ ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഓരോ വീടുകളിലും കുഞ്ഞുങ്ങൾ സേഫാണോ, അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇൻടാക്റ്റ് ആണോ, അതായത് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടോ, അവരുടെ മാനസിക ആരോഗ്യത്തിന് പ്രതികൂലമായ വാതായനത്തിലാണോ അവർ വളരുന്നത് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് ഭരണ സംവിധാനം അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗൃഹസന്ദർശനങ്ങളുണ്ട്, അഡ്വാൻസ് കൺട്രീസിലൊക്കെ ഗൃഹസന്ദർശനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലാണ് അതൊന്നും ഇല്ലാത്ത. ആകെ കൂടി ഈ ആശാവർക്കർമാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തന്നു പോകുന്നല്ലാതെ അങ്ങനെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒരു ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു വീട്ടിലൊരു വളരെ ആശാസ്യമല്ലാത്ത, അതായത് വളരെ ഡിസൈറബിളായിട്ട് അച്ഛനും അമ്മയും മരിക്കുകയോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ക്രൈംസിൽ ഇൻവോൾവ് ആയിട്ട് അവർ ജയിലിലാക്കപ്പെടുകയും ഒക്കെ തുറങ്കലിൽ അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ കുഞ്ഞുങ്ങളെ എടുത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് കൊണ്ടുപോകുന്നത്. അഡോപ്ഷന് വേണ്ടി കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ രക്ഷാധികാരം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വിവിധ ദശകളിൽ അവർ കൃത്യമായാണോ പരിപാലിക്കപ്പെടുന്നത്, കൃത്യമായാണോ വളർത്തപ്പെടുന്നത് എന്നുള്ളതൊക്കെ അന്വേഷിക്കാനുള്ള ഏജൻസി വേണ്ടതാണ്. പ്രത്യേകിച്ച് സിംഗിൾ പാരൻസ് വളർത്തുന്ന മക്കൾക്ക്.
അവർക്ക് ഇവിടെ ചിലപ്പോൾ മിനിമം വേജ് ഒന്നും ഇല്ലാത്ത അസംഘടിത മേഖലയിൽ വളർത്തപ്പെടുന്ന സ്ത്രീകൾക്ക് മിനിമം വേജ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അവരുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനുണ്ട്. അപ്പോൾ അധ്യാപകർക്കുണ്ട്. ഈ എന്താ പറയുക, കൂൺ പോലെയാണ് ഇപ്പോൾ CBSE ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉള്ളത്, CBSE എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ എത്ര കാശില്ലാത്തവരുടെ കുടുംബത്തിലെ കുട്ടികളെയും ഈ CBSE എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് കൊണ്ടുപോയി ചേർത്തുന്നത്. അതിന് അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഇംഗ്ലീഷാണ്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ അധ്യാപകർക്കും അറിയില്ല, കുഞ്ഞുങ്ങൾക്കും അറിയില്ല. അപ്പോൾ അവിടെയാണെങ്കിലോ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അവരൊക്കെ ഇംഗ്ലീഷ് വയലേഷൻ, അവിടുത്തെ ഏക വയലേഷൻ ഓഫ് ദ റൂൾ എന്ന് പറഞ്ഞാൽ മാതൃഭാഷ സംസാരിക്കുന്നതാണ്. മാതൃഭാഷ സംസാരിച്ച കുട്ടിയെ പീനലൈസ് ചെയ്യും, അധ്യാപകരെയും പീനലൈസ് ചെയ്യും. കുട്ടിക്ക് എന്തെങ്കിലും കുട്ടിയുടെ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സൈക്കിയിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ അധ്യാപക സമൂഹത്തിന് അവിടെ കഴിയാറില്ല. കാരണം കുട്ടിയും ഒരു പ്രോബ്ലം വരുമ്പോൾ ഇറ്റ് യൂസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൺലി. അപ്പോൾ ചൈൽഡ് ഹെസിറ്റേറ്റ്സ്. കുട്ടി അപ്പോൾ സന്ദേഹിക്കും ഇതെങ്ങനെ പറയാമെന്നത്. ടീച്ചറും അതിലപ്പുറം. ടീച്ചർക്കും അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കലാന്ന് പറഞ്ഞു. കുറേ അല്പജ്ഞാനികളായിട്ടുള്ള അധ്യാപകരുണ്ട് അവിടെ. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഥവാ കുട്ടിയോട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ, മലയാളത്തിൽ സംസാരിച്ച് അറിയുകയാണെങ്കിൽ ആ ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മലയാളത്തിൽ സംസാരിക്കാൻ കുഞ്ഞുങ്ങളോട് പ്രോത്സാഹിപ്പിക്കുന്നു വേറൊരു അല്പജ്ഞാനിയായിട്ടൊരു അധ്യാപകർ ചെയ്യുന്ന പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ആ ടീച്ചറെ പിറ്റേ ദിവസം അവിടുന്ന് ഔസ്റ്റ് ചെയ്യും, പിടിച്ചു തള്ളും. അപ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് എന്താണെന്ന് ഇത്തരം വിദ്യാലയങ്ങളിൽ അറിയാതെ പോവുകയാണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ സിറ്റീസിലൊക്കെ നടക്കുന്ന വലിയ ആൾക്കാർക്ക് കുറച്ചൊക്കെ വീട്ടിലും ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അവരെന്തൊക്കെയോ ഒരുതരം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഷോ ഓഫ് കാണിച്ചിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതേസമയം വെർണാക്കുലർ ഈ റൂറൽ ഏരിയയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ കഷ്ടപ്പെട്ടിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണ് തെറ്റ്. അപ്പോൾ ഈ കുട്ടികളും അധ്യാപകരും ഒരേ ലെവലിലായിട്ടാണ് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സെൽഫ് എക്സ്പ്രഷൻ പോസിബിൾ അല്ല. അവിടെ കുട്ടിയുടെ മനസ്സിൽ നടക്കുന്ന, കുട്ടിയുടെ സൈക്കിയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവിടെ അധ്യാപകർക്കാവുന്നില്ല. അവിടുത്തെ പുറംപൂച്ച് സൗഹൃദങ്ങളാണ് അവിടെ, ഷോ ഓഫാണ് അവിടെയൊക്കെ ഉള്ളത്. വെറും പുറംപൂച്ച്. ആഴത്തിലേക്ക് വളരെ പെരിഫറൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സാണ് അവിടെ അധ്യാപകരും ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഓൾസോ ആൻഡ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ഓൾസോ. അത് ഭയങ്കര ഒരു ദിസ് ഈസ് ക്വൈറ്റ് കോൺട്രറി ടു ദ ബേസിക് എഡ്യൂക്കേഷൻ എൻവിസേജ്ഡ് ബൈ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ബേസിക് എഡ്യൂക്കേഷൻ ഇത് വളരെ എതിരാണ്. അവിടെ മദർ ടങ്ങിൽ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഈ അവിടുത്തെ വയലേഷൻ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കണം, ടൈ ഇടണം, സോക്സ് ഇടണം, ഷൂ ഇടണം. ഈ ഷൂവും സോക്സൊക്കെ നമ്മുടെ ക്ലൈമറ്റിന് ഒട്ടും സൂട്ടബിൾ അല്ല. എന്നിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഷൂവും സോക്സും ഇടിപ്പിക്കുന്നു, ടൈ കെട്ടിപ്പിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അതിട്ടില്ലെങ്കിൽ ഇടുന്നതിൽ വീഴ്ച വരുത്തുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ നിയമലംഘനം എന്ന് പറയുന്നത്, വയലേഷൻ ഓഫ് ദ റൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുക, ബാക്കിയൊന്നും അവിടെ വയലേഷനല്ല. ഇനി കുട്ടിക്ക് യൂണിഫോം മസ്റ്റാണ്. യൂണിഫോമിറ്റി എന്നുള്ളതാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ യൂണിഫോമിറ്റി വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം യൂണിഫോമൊക്കെ ഇമ്പോസിഷനാണ്. യൂണിഫോമൊക്കെ അതൊന്നും അതിലൊന്നും ഇടപെടാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ അവർ ഡ്രസ്സിൽ യൂണിഫോമിറ്റി നിർബന്ധമാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളായ അവരുടെ ഡിസിപ്ലിൻ അങ്ങോട്ട് പോകും. എന്നാൽ അതിൻ്റെ ഇടയിലെ ഓരോ കുഞ്ഞിൻ്റെയും മനസ്സിൽ എന്തൊക്കെ നടക്കുന്നു, അവരുടെ ഇന്നർ കോൺഫ്ലിക്ട്സ് എന്നാണെന്നൊന്നും അന്വേഷിക്കാനും ആരായാനും ആർക്കും സമയമില്ല. പിന്നെ രണ്ടാമത്തത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞാൽ
മാർക്ക് കുറഞ്ഞ രക്ഷിതാവിനെ വിളിക്കും ഏറ്റവും വലിയ അപരാധം, മഹാപരാധം. കുട്ടി കട്ടാലും വേണ്ടില്ല, പിടിച്ചാലും വേണ്ടില്ല, എന്ത് തോന്നിയാസം ചെയ്താലും കുഴപ്പമില്ല. മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു മഹാപരാധം ആയി കണക്കാക്കപ്പെടുന്നു. കുഞ്ഞിൻ്റെ മനസ്സിലും അത് ആഴത്തിൽ പതിയുന്നു. മാർക്ക് എന്നാണ്, വാങ്ങാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ അപരാധമെന്ന്. അത് ഫസ്റ്റ്, അതായത് സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ആദ്യത്തെ ബീജം അവിടെ പാകപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ദാരിദ്ര്യം എന്നുള്ളത്, അതായത് സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പണമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ. കട്ടാലും വേണ്ടില്ല, കൈക്കൂലി വാങ്ങിയാലും വേണ്ടില്ല, അഴിമതി നടത്തിയാലും വേണ്ടില്ല, ഏത് വിധേനയും കാശുണ്ടാക്കുന്നവരെ, അതല്ലെങ്കിൽ ഏത് വിധേനയും ഡോക്ടറാവുകയും അല്ലെങ്കിൽ കളക്ടറാവുകയും ചെയ്യുന്നതാണ് സൊസൈറ്റിക്ക് ആവശ്യമുള്ളൊരു സംഗതി. അതുകൊണ്ട് അത് ചെയ്യുക. അതല്ലാത്തവരൊക്കെ ഗുഡ് ഫോർ നത്തിങ് ആണ്, ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന സാമൂഹിക കാഴ്ചപ്പാട് കുട്ടിയുടെ മനസ്സിൽ അറിയാതെ തന്നെ ഉടലെടുക്കുകയാണ്. ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ ജഡ്ജ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്നത്. ആ കുട്ടി അതോടുകൂടി കുട്ടി മനസ്സിലാക്കുന്നു, മാർക്കില്ലാത്തവൻ കൊള്ളരുതാത്തവൻ. അപ്പോൾ സമൂഹത്തിൽ കാറില്ലാത്തവൻ, സമൂഹത്തിൽ സമ്പത്തില്ലാത്തവൻ, സമൂഹത്തിൽ പണമില്ലാത്തവൻ, പളപളപ്പുള്ള ജീവിതമില്ലാത്തവൻ എല്ലാം ഒന്നിനും കൊള്ളരുതാത്തവരാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ള ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റാണ് ഇവർ ഇൻസ്റ്റിൽ ചെയ്യുന്നത്. വാല്യൂസ് ഇല്ല. കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? നിനക്ക് മാർക്കില്ലെങ്കിൽ വേണ്ട, നിനക്ക് വേറൊരു കഴിവ്, നീ സെൽഫ് എക്സ്പ്ലോറേഷൻ നടത്താൻ പഠിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ വേണ്ടത്. സെൽഫ് ഡിസ്കവറി. അത് ടീച്ചറാണ്. നല്ല അധ്യാപകർ ആരാണെന്ന് അറിയാലോ. ടീച്ചർ ഈസ് ദ പേഴ്സൺ ഹു ഹെൽപ്സ് ദ ചൈൽഡ് ടു ഡെവലപ്പ് എ സ്കിൽ ഓഫ് ഹെർ ഓൺ ചോയ്സ്, ഓഫ് ചൈൽഡ്സ് ചോയ്സ്, അല്ലേ? കുഞ്ഞിൻ്റെ ചോയ്സ് എന്താണ്, കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയുക, കുഞ്ഞിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവ് എന്താണ്, അത് കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നവരാണ് അധ്യാപകർ. കുഞ്ഞിന് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാം പോട്ടെ, കാശ് പോട്ടെ, സമ്പത്ത് പോട്ടെ, സോഷ്യൽ സ്റ്റാറ്റസ് പോട്ടെ, രോഗം വരട്ടെ, നിൻ്റെ ആത്മവിശ്വാസം നിന്നിൽ നിനക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം നീ വീഴില്ല കുഞ്ഞേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, നിനക്ക് മാർക്കില്ലേ, അവൻ്റെ അച്ഛനെ വിളിക്കൂ, അവൻ്റെ അമ്മയെ വിളിപ്പിച്ചു, കുട്ടി SSLC അല്ലേ, എന്താ കുഞ്ഞിനൊന്നും മാർക്കില്ലാത്ത, എന്താ നിങ്ങൾ ഇങ്ങനെ? ഇത് മാത്രമേ പറയാൻ ടീച്ചർക്ക് അറിയുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ടീച്ചർ പോയിട്ടില്ല. അതുകൊണ്ടാണ് ടീച്ചറുടെ ഇഗ്നറൻസ് അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ആയിട്ട്, ആ ടീച്ചറുടെ ഇഗ്നറൻസിൽ നിന്നുണ്ടാവുന്ന കൺസേൺ 2 ഇരട്ടി 3 ഇരട്ടി ആയിട്ട് ടീച്ചർ രക്ഷിതാവിൽ പകർന്നു കൊടുക്കും. അത് രക്ഷിതാവ് കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കും. കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം അവിടെ തകർന്നു പോകും, തരിപ്പണാവുന്നു. പിന്നെ കുഞ്ഞ് മാർക്ക് കിട്ടുന്നവനെ അസൂയയോടെ വീക്ഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ പാഠം അവിടെ വിദ്യാലയത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾ പൈസ ഇല്ല, കാരണം ഇത്തരം സ്കൂളുകളിൽ ഫീസ് കൊടുത്ത് വലിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്നവരെ ഇവിടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് കാശില്ലാതെ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴും കുഞ്ഞ് ഈ അപകർഷതാബോധം കുഞ്ഞിലെ വളർന്നു കഴിഞ്ഞു. പിന്നെ കുഞ്ഞിനത് അത്ര എളുപ്പമല്ല അതിനെ വേരോടെ പറിച്ചു മാറ്റാനായിട്ട്. അപ്പോൾ ഈ ഒരു കടം വരുമ്പോഴും, അതേപോലെ തന്നെ തളർന്നു പോകുമ്പോഴും, രോഗം വരുമ്പോഴും ഒക്കെ കുഞ്ഞ് പകച്ചു പോവാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ, ഇനി പുറത്ത് കടന്നാൽ തന്നെ പുറത്ത് കിടക്കുന്നതിന് മുന്നേ തന്നെ അതിലൂടെ പോകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മറ്റുള്ളവർക്ക് നല്ല പളപളപ്പുള്ള ജീവിത സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഒരു തരത്തിലുള്ള വാല്യൂസും കുഞ്ഞുങ്ങളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. വീണുപോയവരെ
ഒന്ന് താങ്ങാനോ അവരെ ഒന്ന് ലിസൺ ചെയ്യാനോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. അത് അധ്യാപകനും അതിന് നേരെ കൊടുക്കാൻ സമയമില്ല. അദ്ദേഹം അല്ലെങ്കിൽ ടീച്ചർക്ക് കുറേ ക്ലറിക്കൽ ജോബ്സ് ടീച്ചർക്കുണ്ട്. മാർക്ക് എൻട്രി, പിന്നെ പ്രോഗ്രസ് കാർഡ്, പിന്നെ കുറേ ഈ റിച്വൽ പോലെ അനുഷ്ഠാനം പോലെ നടത്തുന്ന കുറേ എക്സാമിനേഷൻ, ഇവാലുവേഷൻ, അതിലൊക്കെ ഒരു കുരുങ്ങിക്കിടക്കുന്ന ടീച്ചർ. അതൊക്കെ ടീച്ചർ ഇങ്ങനെ കാണിക്കാനാണ് കാണിക്കുന്നത്. അതിലുപരിയായിട്ട് കുഞ്ഞിൻ്റെ സൈക്കിയിലൂടെ ഒരു യാത്ര നടത്താനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവരുടെ ഇന്നർ കോൺഫ്ലിക്ട്സും അവരുടെ വീട്ടിലെ ഗാർഹിക പ്രശ്നങ്ങളും അപഗ്രഥിക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാനും അധ്യാപകർക്ക് കഴിയാതെ പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു കടം വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒക്കെ അവർ താളം തെറ്റുകയും ഡിസ്ട്രക്ഷൻ നടത്താൻ, എനിഹിലേഷൻ നടത്താനുള്ള ഒരു പ്രവണത അവരിലേക്ക് ഉണ്ടാകുന്നു. കാരണം അവർ കരുതുന്നു ഇതോടുകൂടി മൊത്തം അവസാനിച്ചു എന്നുള്ളതാണ്. ഇതിലപ്പുറത്തേക്കും അപ്പുറവും ജീവിതമുണ്ട് എന്ന് അവർ അറിയാതെ പോകുന്നു. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ത്രൂ ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ ത്രൂ ഔട്ട് ലൈഫ് ആണ്. അതായത് ജീവിതത്തിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ, ജീവിതത്തിലൂടെയുള്ള എഡ്യൂക്കേഷൻ, ജീവിതകാലം മുഴുവൻ എഡ്യൂക്കേഷൻ വേണം, വിദ്യാഭ്യാസം വേണം. അപ്പോൾ ജീവിച്ചാണ് നമ്മൾ വിദ്യ ആർജിക്കേണ്ടത്. അതല്ലാതെ ഈ 4 ചുവരിനുള്ളിലുള്ള ഒരു വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്. അത് കാണിച്ചു കൊടുക്കാനും അതിലൂടെ കൈപിടിച്ച് കൊണ്ടുപോകാനും അധ്യാപക സമൂഹത്തിന് കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് വിഷണറീസൊക്കെ ഉണ്ട്, അവരൊക്കെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ അത് വായിക്കുകയോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വെറും ഒരു കമേഴ്സ്യലൈസ്ഡായി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. അതിൻ്റെ പ്രതിഫലനമാണ് കുഞ്ഞുങ്ങൾ, ഇത്രയും വിദ്യാഭ്യാസം സിദ്ധിച്ച കുഞ്ഞുങ്ങൾ ഒക്കെ ഇത്തരം അട്രോസിറ്റീസും ഇത്തരം വയലൻസും ഒക്കെ കാണിക്കുന്നത്. നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയല്ലോ. കുഞ്ഞുങ്ങൾക്ക് വലിയ വലിയ മഹാന്മാരെ എന്ന് പറയുന്നത് അവർ ഇരുന്ന പ്രസിഡൻ്റായതോ അമേരിക്കൻ പ്രസിഡൻറ്റോ അങ്ങനെയൊന്നുമല്ല. ജീവിതം വഴി വെട്ടിത്തെളിച്ച് മുന്നേ പോയ ആൾക്കാരുടെ ജീവചരിത്രം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ. കുഞ്ഞുങ്ങൾക്ക് വിജയിച്ച ആൾക്കാരുടെ ജീവിതം മാത്രം പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അത് പരിചയപ്പെടുത്തിക്കോട്ടെ. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്തരം വാല്യൂസൊക്കെ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യാൻ മറന്നുപോയതിൻ്റെ ഫലമാണ് സമൂഹം ഇങ്ങനെ വികലമാവാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ജീവിതാനുഭവം കൊണ്ട് തോന്നുന്നത്. എനിക്ക് വലിയ വലിയ അനുഭവങ്ങളൊന്നുമില്ല. എൻ്റെ വലിയ വലിയ സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ DO ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒന്നും പോയി ഇരിക്കാൻ യോഗ്യതയുള്ള ആളൊക്കെ തന്നെയാണ്, പക്ഷെ ഇരുന്നിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഒറ്റയ്ക്ക് 2 മക്കളെ വളർത്തുകയും ഏറ്റുവാങ്ങിയ പരിഹാസങ്ങളും അതേപോലെ ദുരിതക്കയങ്ങളും ഒക്കെ താണ്ടി വന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണിത്. എൻ്റെ കയ്യിലൂടെ പോയ സമാന ദുരിതങ്ങളും ദുഃഖങ്ങളും ഉള്ള കുഞ്ഞുങ്ങളെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ റീട്രാക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫലം കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് തോന്നി ഈ കുട്ടി 5 ആൾക്കാരെയൊക്കെ വെട്ടിക്കൊന്നിട്ട് ആ കുട്ടി അത്രയും ലൈഫ് ഡാർക്കായി കാണുന്നു. അപ്പോൾ എന്താണ്, ജീവിതത്തിൽ ബ്രൈറ്റ്നസ് ഒട്ടുമില്ല, ഡാർക്ക്നെസ് മാത്രമേ ഉള്ളെങ്കിലും ഡാർക്ക്നെസ് പോളിഷ് ചെയ്യാൻ നമ്മൾ മുതിർന്നവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് ആരും വരാറില്ല എന്ന് ആ കടയുടമ പറയുന്നുണ്ട്. വീണുപോയവരാർക്കും വേണ്ട. ആരെങ്കിലും എപ്പോഴെങ്കിലും ആ വീട്ടിലേക്കൊന്ന് കയറി ചെന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഒന്ന് സോഷ്യലൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നു. ഒരു പാവം സ്ത്രീ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന സ്ത്രീ സഹിച്ചിട്ടായിരിക്കാം അവർക്ക് അർബുദ രോഗം വന്നിട്ടുണ്ടാവുക. കാരണം ഈ അർബുദം എന്ന് പറയുന്നത് വികാരധമനങ്ങളുടെ രോഗമാണ്. അങ്ങനെ അടിച്ചമർത്തി ആ കുട്ടിക്ക്
ആ ഒരാൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഈ അർബുദം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ സോഷ്യൽ റിസർച്ചസ് നമുക്ക് വേണ്ടതുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വെറുതെ അത് ഒരു കൊലപാതകം, ദാരുണമായ അന്ത്യങ്ങളും അതുപോലെ ഈ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് 2-3 ദിവസം ലഹരിയാണെന്ന് വിളിച്ചു പോവുക, അതോടുകൂടി അത് കഴിഞ്ഞു. ലഹരിയാണെങ്കിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലഹരി വിദ്യാർത്ഥിക്ക് എവിടെ നിന്ന് കിട്ടൂല. കുഞ്ഞ് കഞ്ചാവ് കൃഷി നടത്തുന്നില്ല, കുഞ്ഞ് ഇതേപോലെ ഈ രാസലഹരികളൊന്നും കുഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. വിദ്യാലയങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ അത് എവിടുന്ന് കുട്ടിക്ക് കിട്ടുന്നു, കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഞാനും ഈ ഒരുപാട് കടബാധ്യതകളുള്ള വീട്ടിലെ കുട്ടികൾ ഉണ്ടാവുന്നേ, അവരുടെ മനസ്സിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് ടീച്ചറിനെ ഈ കരിക്കുലത്തിൻ്റെ ഉള്ളിൽ ടീച്ചറെ തളച്ചിടരുത്. കരിക്കുലത്തിൻ്റെ ഉള്ളിൽ ടീച്ചറെ തളച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് കുട്ടിയുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർക്ക് ഒരു ദിവസം ഒരു കുട്ടിയോട് എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാസത്തിലൊരു അവസരം കിട്ടുകയാണെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോയും കുറയ്ക്കണം. പിന്നെ ഈ CBSE വിദ്യാലയങ്ങളുടെ മേലൊക്കെ കുറച്ചൊക്കെ ഒന്ന് കടിഞ്ഞാണിടണം. അവിടെ നടക്കുന്നതൊന്നും അത്രയ്ക്ക് എന്താ പറയുക, ഒരു ടേം ഉപയോഗിച്ചാൽ അത് എനിക്ക് തന്നെ ദോഷം. കുറച്ച് കടിഞ്ഞാണിടണം എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. കടിഞ്ഞാണിടുക മാത്രമല്ല, അവിടെ നിരീക്ഷണ വിധേയമാക്കേണ്ടത്. ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന രീതിയിലാണ് അവിടെയൊക്കെ കാര്യങ്ങൾ നടത്തുന്നത്. അവിടെയൊക്കെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസൊക്കെ ആവശ്യമുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഒരു ഘട്ടം വരെ ഗവൺമെൻറ് നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് കുറേയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എൻ്റെ എളിയ അനുഭവങ്ങളിൽ നിന്നാണ് കേട്ടോ. ഞാൻ ഒറ്റപ്പെട്ട പോയ വഴികളിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയ അനുഭവങ്ങളാണ്. ഒരു പരിധി വരെ എനിക്കത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒറ്റപ്പെടുത്തുമ്പോൾ ഒരു കുഞ്ഞും മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയുടെ മാർക്ക് കുറഞ്ഞാൻ പാടില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ഹോളിസ്റ്റിക് സമീപനമില്ല. സമഗ്രമായിട്ടൊരു പ്രശ്നത്തെ അവർ കാണാൻ ശ്രമിക്കാറില്ല, അവർക്കത് അറിയൂല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കുള്ളൂ. ലഹരിയാണെന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ മാധ്യമങ്ങൾ പറയുന്നത്. പോലീസ് കൃത്യമായി ലഹരി ഉപയോഗിച്ചു എന്നിട്ട് പറയുന്നുമില്ല. കാരണം അത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ നാണക്കേടുമാണത്. അതുകൊണ്ട് ഇത് ഇനി പറയാനത് അവർക്ക് ബുദ്ധിമുട്ടുമായിരിക്കാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചു എന്നുള്ളതല്ല, ആര് ഭരിച്ചാലും ഇറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി. നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യത്തിൻ്റെ കഥ. നമ്മൾ ജാഗരൂകരായിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയാളികളാക്കാതിരിക്കുക, കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക, ലഹരിക്ക് അടിമപ്പെടുത്താതിരിക്കുക. അത്രയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനും ചെയ്യാനും സാധിക്കുള്ളൂ. നല്ലത് എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.